നിങ്ങളുടെ കരളിൽ കൊഴുപ്പ് കിട്ടുന്നത് ആരോഗ്യം നഷ്ടപ്പെടുത്താൻ കാരണമാകാം. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങൾ മാത്രം. ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ഫാറ്റി ലിവർ എന്ന പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാകില്ല. നിസ്സാരമായി കാണുന്ന ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി ഒരു പരിധിവരെ പ്രതിരോധിക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ആര്യ സുദർശൻ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഫാറ്റി ലിവർ തടയാൻ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളെ പറ്റിയാണ്. ധാരാളം ആളുകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഫാറ്റി ലിവർ. ഇത് വരാതിരിക്കാൻ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഫാറ്റി ലിവർ നമുക്ക് നോക്കാം. ഇതൊരു ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഈ അസുഖം വരാതെ നോക്കാൻ സാധിക്കും. കരളിൽ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന മൂലം ഉണ്ടാകുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ചെറിയ അളവിൽ കൊഴുപ്പ് കരളിൽ ഉണ്ടായിരിക്കാം, എന്നാൽ അതിന്റെ അളവ് കൂടുതലായാൽ കരളിന്റെ പ്രവർത്തനത്തിന് തടസ്സം ഉണ്ടാക്കുകയും കാലക്രമേണ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യാം. എത്ര തരം ഫാറ്റി ലിവർ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും രണ്ട് തരത്തിലാണ് ഫാറ്റി ലിവർ. ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. ഇത് മദ്യപാനം അമിതമായി കൂടുതലുള്ളവരിൽ കാണുന്നതാണ്. രണ്ടാമത്തേത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. ഇത് മദ്യപാനവുമായി ബന്ധപ്പെട്ടതല്ലാത്ത കാരണങ്ങളാൽ ഉണ്ടാകുന്നത്, അതായത് അമിതവണ്ണം, പ്രമേഹം എന്നിങ്ങനെയുള്ളവരിൽ സാധാരണയായി കാണുന്നു. പ്രമേഹമുള്ളവരിൽ ഫാറ്റി ലിവറിന്റെ സാധ്യത കൂടുതലായി കാണുകയാണ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെന്ന് നമുക്ക് നോക്കാം. സാധാരണയായി പ്രാരംഭ സമയത്ത് ലക്ഷണങ്ങൾ തീരെ കാണാറില്ല. എന്നാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴാണ് അറിയുന്നത് ഫാറ്റി ലിവർ ഉണ്ടെന്ന് തന്നെ. ഇത് എങ്ങനെ നമുക്ക് അറിയാൻ സാധിക്കും? എന്തൊക്കെ ടെസ്റ്റുകളാണ് ഫാറ്റി ലിവർ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്? ഒന്ന്, ബോഡി മാസ് ഇൻഡെക്സ്, അതായത് അമിതവണ്ണം അല്ലെങ്കിൽ വയറിന് ചുറ്റളവില് കൊഴുപ്പ് കൂടുതലുള്ളവർക്ക് ഫാറ്റി ലിവറിന്റെ സാധ്യത കൂടുതലാണ്. അതുപോലെ അൾട്രാസൗണ്ട്, കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതിന്റെ സ്ഥിതി പരിശോധിക്കാനായിട്ട് അൾട്രാസൗണ്ട് സ്കാൻ ഉപയോഗിക്കും. ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, ഇവ കരളിന്റെ പ്രവർത്തനക്ഷമത വിലയിരുത്താനുള്ള ഒരു രക്തപരിശോധനയാണ്. ALT, AST എന്നിങ്ങനെയുള്ള എൻസൈമിന്റെ അളവുകൾ കൂടുതലായ ഫാറ്റി ലിവർ ഉണ്ടാകാം. അടുത്തത് ബ്ലഡ് ടെസ്റ്റുകൾ, കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്, അതുപോലെ പ്രമേഹ ടെസ്റ്റ് എന്നിവയൊക്കെ ഫാറ്റി ലിവറുമായി ബന്ധപ്പെട്ട് കാണപ്പെടാം. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ഒരു പരിധിവരെ ഫാറ്റി ലിവർ പ്രതിരോധിക്കാൻ സാധിക്കും. ഒന്ന്, ബാലൻസ്ഡ് ഡയറ്റ്. ആരോഗ്യകരമായ ജീവിതശൈലിക്ക് വളരെയേറെ പങ്ക് വഹിക്കുന്നുണ്ട്. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക. നാരടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് ഫൈബർ റിച്ച് ഫുഡ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇവയിലൊക്കെ മിനറൽസ്, വൈറ്റമിൻസ്, ആന്റി ഓക്സിഡൻസ് ഒക്കെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്, അതിലും ഒക്കെ വൈറ്റമിൻസും മിനറൽസും ആന്റി ഓക്സിഡൻസും ഒക്കെ ഉണ്ട്. അതുപോലെ ഹെൽത്തി ഫാറ്റ്സും നിറഞ്ഞതാണ്. ഇവ കരളിന്റെ പ്രവർത്തനശേഷി മെച്ചപ്പെടുത്തുന്നതിലും ഫാറ്റ് ലിവർ നിയന്ത്രിക്കുന്നതിലും സഹായകരമാണ്. ആൽമണ്ട്സ്, വാൽനട്ട്സ്, ഉണക്കമുന്തിരി എന്നിവയിലൊക്കെ വൈറ്റമിൻ ഇ, സെലീനിയം പോലുള്ള ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വാൽനട്ടിലാണെങ്കിൽ omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. ഇവയെല്ലാം ദഹനം മെച്ചപ്പെടുത്തുകയും ടോക്സിൻസിനെ പുറത്താക്കുകയും ചെയ്യുന്നു. ആപ്രിക്കോട്ട്, ഡേറ്റ്സ് ഒക്കെ പഞ്ചസാരയുടെ നാച്ചുറൽ സോഴ്സസ് ആയവ പ്രോസസ്ഡ് സ്വീറ്റ്സിനുള്ള ഒരു ആരോഗ്യകരമായ ഒരു പകരക്കാരനാണ്. കാഷ്യൂനട്ട്സ്, പിസ്ത എന്നിവയിലൊക്കെ മഗ്നീഷ്യം, ഹെൽത്തി ഫാറ്റ്സ് ഒക്കെ ഉണ്ട്. അവ സ്ഥിരമായി നമുക്ക് ഊർജ്ജം നൽകുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഇടയ്ക്കൊക്കെ സ്നാക്സ് ആയിട്ട് ഈ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കാം. അപ്പോൾ ബേക്കറി ഐറ്റംസിനൊരു പകരമായിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കാവുന്നതേ ഉള്ളൂ, അതുപോലെ കഴിക്കാവുന്നതേ ഉള്ളൂ. സാലഡ്സിലും സ്മൂത്തീസിലും ഒക്കെ ചേർത്ത് കഴിക്കാം. അതുപോലെ ഡെസേർട്ടിൽ ഐസ്ക്രീം അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഡേറ്റ്സ് ചേർക്കാവുന്നതേ ഉള്ളൂ പഞ്ചസാരയ്ക്ക് പകരമായിട്ട്. ഇനി അടുത്തത് ഹോൾ ഗ്രെയിൻസ്, അതായത് ഓട്സ്, ബ്രൗൺ റൈസ്, ഹോൾ വീറ്റ് എന്നിവയിലൊക്കെ ധാരാളമായി ഫൈബർ അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീൻ റിച്ച് ഫുഡ്സ്, അതായത് ഇളം മാംസമായിട്ടുള്ള ഈ ചിക്കൻ, ഫിഷ്, അതുപോലെ പയറുവർഗ്ഗങ്ങൾ, ബീൻസ്, കടല, പയറ് എന്നിങ്ങനെയുള്ളതൊക്കെ. പിന്നീട് എഗ്, ടോഫു അല്ലെങ്കിൽ പനീർ, ഇവയിലൊക്കെ പ്രോട്ടീൻസ് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് ലിമിറ്റ് ഫാറ്റ് ഇൻടേക്ക്. കൊഴുപ്പ് എടുക്കുന്നത് നമ്മൾ ലിമിറ്റ് ചെയ്യുക. അതായത് ബേക്കറി ഐറ്റംസ്, ഫ്രൈഡ് ഐറ്റംസ്, കേക്ക്സ് ആയാലും പഫ്സ് ആയാലും അങ്ങനത്തെ സ്നാക്സ് ഐറ്റംസ്, ബേക്കറി ഐറ്റംസ് ഒക്കെ ലിമിറ്റ് ചെയ്യുക. അതുപോലെ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ലിമിറ്റ് ചെയ്യുക. പിന്നെ ലോ ഫാറ്റ് മിൽക്ക്, യോഗർട്ട്, ചീസ് ഇവയൊക്കെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ കട്ട് ഡൗൺ ഓൺ ഷുഗർ അളവ് വളരെ ലിമിറ്റ് ചെയ്യണം. പ്രോസസ്ഡ് സ്വീറ്റ്സ് ആയാലും കേക്ക്സ് ആയാലും ഒക്കെ പ്രോസസ്ഡ് ഫുഡ്സും ഒക്കെ നമുക്ക് ലിമിറ്റ് ചെയ്യാം. ഇനി ചൂസ് ഹെൽത്തി ഫാറ്റ്സ്, അതായത് ഫിഷ്, ചിയ സീഡ്സ് എന്നിവയിലൊക്കെ omega-3 ഫാറ്റി ആസിഡ്സ് ഒത്തിരി ഉണ്ട്. അതുപോലെ ഹെൽത്തി ഫാറ്റ്സും ഉണ്ട്.
അവയൊക്കെ ഫാറ്റി ലിവർ കുറയ്ക്കാൻ വളരെയേറെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ ഒലിവ് ഓയിൽ, അവക്കാഡോ, ആൽമണ്ട്സ് ഇവയിലൊക്കെ ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഇനി മദ്യം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ നാച്ചുറൽ ഡീടോക്സിഫയേഴ്സ് ആയിട്ടുള്ള ടർമറിക്, ജിഞ്ചർ, ഗാർലിക് ഇവയെല്ലാം നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. പിന്നെ സ്റ്റേ ഹൈഡ്രേറ്റഡ്, ധാരാളമായി വെള്ളം കുടിക്കുക. പിന്നെ ഉള്ളത് സ്മോൾ ഫ്രീക്വന്റ് മീൽസ്, അതായത് 3 നേരം കഴിക്കുന്നത് ഒരു 5-6 നേരമായിട്ട് കഴിക്കാം. ഓവർ ഈറ്റിംഗ് പ്രിവെന്റ് ചെയ്യുക. ഓവർ ഈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഫാറ്റി ലിവർ വരാനായിട്ട്. അപ്പൊ അതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യാനുള്ള കുറച്ച് ഭക്ഷണങ്ങളുള്ളതാണ് ഈ റെഡ് മീറ്റ്, അതുപോലെ ബേക്കറി ഐറ്റംസ്, പ്രോസസ്ഡ് സ്വീറ്റ്സ്, അതുപോലെ തന്നെ ഫിഷ് ഒക്കെ ഫ്രൈഡ് ആയിട്ട് എടുക്കാതെ നമുക്ക് കറി വെച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ അരി ആഹാരം, മൈദ, റിഫൈൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇവയെല്ലാം ഒന്ന് ലിമിറ്റ് ചെയ്യുന്നത്, കഴിവതും അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ ടിൻഡ് ഫുഡ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, കോള പോലത്തെ ഡ്രിങ്ക്സ് ഇവയെല്ലാം അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ കുട്ടികൾക്ക് ബേക്കറി ഐറ്റംസ് കൊടുക്കാതെ സ്നാക്സ് സമയത്ത് നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയൊക്കെ നമുക്ക് പ്രോസസ്ഡ് ഫുഡ്സ് നമുക്ക് അവോയ്ഡ് ചെയ്യും. രണ്ടാമത്തേത് റോൾ ഓഫ് എക്സസൈസ് ഇൻ ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ പ്രതിരോധിക്കാൻ വ്യായാമത്തിന് വളരെയേറെ പങ്കുവഹിക്കുന്നുണ്ട്. ദിവസേന വ്യായാമം ചെയ്യുന്നത് കരളിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നു. ഡെയിലി ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ എയറോബിക് എക്സസൈസ് ആയിട്ടുള്ള നടക്കുക, ഓടുക, അതിലേക്ക് സ്വിമ്മിങ് എന്നിങ്ങനെയുള്ള എക്സസൈസ്, സൈക്ലിംഗ് ഇവയൊക്കെ ചെയ്യാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഫാറ്റി ലിവറിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ ഇൻസുലിൻ പ്രതിരോധം കുറയുന്നു, ശരീരഭാരം നിയന്ത്രിക്കുന്നു. അമിതവണ്ണം ഫാറ്റി ലിവർ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു. കരളിന്റെ പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുന്നു. ശരീരത്തിലുടനീളം ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ദീർഘകാല അണുബാധകൾ കരളിന്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നു. എക്സസൈസ് ചെയ്യുമ്പോൾ ഈ അണുബാധകൾ നേരിടാൻ സഹായിക്കുന്നു. അതുപോലെ എയറോബിക് എക്സസൈസസ് ഒക്കെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും കൂടാതെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് മെഡിറ്റേഷൻ, യോഗ ഇവയെല്ലാം ചെയ്യുന്നത് നല്ലതാണ്. ഫാറ്റി ലിവർ തടയാൻ വ്യായാമം എന്ന് പറയുന്നത് ഏറ്റവും കാര്യക്ഷമമായ ഒരു മാർഗമാണ്. ഇത് കൊഴുപ്പ് കുറയ്ക്കുകയും മെറ്റബോളിസം മെച്ചപ്പെടുത്തുകയും കരളിന്റെ പ്രവർത്തനക്ഷമത കൂട്ടുകയും ചെയ്യുന്നു. ബാലൻസ്ഡ് ഡയറ്റും എക്സസൈസും ഒരുമിച്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരികയാണെങ്കിൽ അത് കൂടുതൽ ഫലപ്രദമാവുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കരളിനെ സുരക്ഷിതമാക്കാൻ തുടങ്ങും. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ അതുപോലെ ഏതെങ്കിലും ടോപ്പിക്സിനെ പറ്റി അറിയണമെങ്കിലോ നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താം. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.